നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്നറിയോ? 55 വയസ്സുകാരിയായ ഒരു സ്ത്രീ ഒറ്റക്ക് കല്ലും മുള്ളും നിറഞ്ഞൊരു മല കയറി തന്നേക്കാൾ 15 വയസ്സ് കുറഞ്ഞ ഭർത്താവിൻ്റെ അടുക്കലേക്ക് ഭക്ഷണവും വെള്ളവുമായി എന്നും പോകുന്ന ഒരു രംഗം സങ്കല്പിച്ച് നോക്കൂ. റസൂലുള്ളാഹി തങ്ങൾ ഹിറാ ഗുഹയിൽ ധ്യാനത്തിലായിരുന്ന കാലം ഒരു തരി സങ്കടവും പറയാതെ ഖദീജ ബീവി റസൂലിനെ തേടി ആ മല കയറി വരുമായിരുന്നു. നുബുവത്ത് ലഭിച്ച നബിയെ ആദ്യമായി അംഗീകരിച്ചത് ഈ ഖദീജ ബീവി ആയിരുന്നു. വേദനിക്കുന്ന സമയം, സങ്കടത്തിൻ്റെ സമയം റസൂലിനെ ചേർത്ത് പിടിച്ച് അങ്ങേക്കൊന്നും വരില്ല നബിയെ, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലല്ലേ എന്ന് പറഞ്ഞ് അണച്ചു പിടിച്ച് മുത്തുനബിക്ക് കരുത്ത് പകർന്ന ബീവി. അന്ന് അറേബ്യയിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായ ഖദീജ ബീവി സമ്പത്തായി ഒന്നുമില്ലാത്ത റസൂലിനെ വിവാഹം കഴിച്ചപ്പോൾ ആ നാട്ടിലെ പ്രമാണിമാർ പരിഹസിക്കുന്ന സന്ദർഭമുണ്ട്. തന്നെ കളിയാക്കുന്നതിനപ്പുറം തൻ്റെ പ്രിയതമനെ കൊച്ചാക്കുന്നത് ബീവിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ആ പ്രമാണിമാരെല്ലാം ഒരു സഭയിലേക്ക് വിളിച്ചു വരുത്തിയ ബീവി തൻ്റെ സമ്പത്തെല്ലാം പ്രിയതമന് നൽകിയെന്നും ഇനി താനാണ് സമ്പത്തില്ലാത്തവളെന്നും പ്രഖ്യാപിക്കുന്ന ഒരു രംഗമുണ്ട്. ഖദീജയോളം ഭർത്താവിനെ അത്രയേറെ സ്നേഹിച്ച ഒരു പെണ്ണിനെ ഒരു പുസ്തകത്തിലും ഞാൻ വായിച്ചിട്ടില്ല. ഇന്ന് മഹദിയുടെ വഫാത്ത് ദിനാണ്. എല്ലാവരും മഹദിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക. അള്ളാഹു നാളെ മഹദിയുടെ കൂടെ നമ്മളെല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.